ഹെൽത്ത് ഇൻഷുറൻസിലുള്ള ഇന്നത്തെ ഒരു ഫെസിലിറ്റിയാണ് പോർട്ടബിലിറ്റി എന്ന് പറയുന്നത്. നമ്മളിന്ന് അതിനെക്കുറിച്ചാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. ഞാൻ മുൻപ് ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ഇപ്പോൾ പുതിയതനുസരിച്ച് ഞാൻ ചെയ്യുന്നതാണ്. എൻ്റെ പേര് ആൻ്റണി തോമസ്, ഞാൻ ഇൻഷുറൻസ് അഡ്വൈസറാണ്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കാരണം ഒരുപാട് വീഡിയോസ് ഞാൻ ഇതേപോലത്തെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഈ പോർട്ടബിലിറ്റി എന്ന് പറയുന്നത് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് നമുക്ക് അവരുടെ സേവനത്തിൽ ഉള്ള തൃപ്തി കുറവോ അല്ലെങ്കിൽ പ്രീമിയം വളരെ കൂടുതലായതുകൊണ്ടോ അല്ലെങ്കിൽ ഏജന്റുമാർ നല്ല സർവീസ് ഇല്ലാത്തതുകൊണ്ടോ ഏതെങ്കിലും കാരണത്തിലൊക്കെയാണ് നമ്മൾ മാറുക. അപ്പം നമുക്ക് മാറാൻ തടസ്സമില്ലാതെ ആദ്യം അനുവദിച്ചിരിക്കുന്നതാണ്. നിങ്ങൾക്ക് എത്ര വർഷം സീനിയോറിറ്റി ഉണ്ട് അത്രയും വർഷം സീനിയോറിറ്റി മറ്റേ കമ്പനി തരും. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് നിലവിൽ എന്തെങ്കിലും രോഗങ്ങളോ എന്തെങ്കിലും നിങ്ങൾക്ക് ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ മുൻപ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം തന്നെ പുതിയ കമ്പനി അറിയിക്കണം. നമ്മൾ പ്രപ്പോസലാണ് ഇത് മുഴുവൻ കാണിച്ചിട്ട് വേണം നിങ്ങൾ പോർട്ട് ചെയ്യാനായിട്ട്. കാണിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് ഉടനെ ഓപ്പറേഷൻ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ ഇൻഷുറൻസ് കമ്പനി അത് റിജക്റ്റ് ചെയ്യും. കാരണം നിങ്ങൾ പ്രപ്പോസലിൽ കാണിച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ കാണിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് ആ പോർട്ടബിലിറ്റി തരില്ല. കാരണം ഈ പോർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഇൻഷുറൻസ് കമ്പനിക്ക് അത് ആ പോളിസി, നിങ്ങളുടെ പോളിസി ആക്സെപ്റ്റ് ചെയ്യണമെന്നുള്ള അധികാരം ഇവർക്കുണ്ട്. അപ്പം നിങ്ങൾ വേണമെങ്കിൽ എടുത്താൽ മതി. അപ്പം നിങ്ങൾക്ക് ക്ലെയിം ഇത് കുറവാണെന്നുള്ള നിലയ്ക്കാണ് നിങ്ങൾ എടുക്കുന്നത്. പക്ഷെ നിങ്ങൾ ക്ലെയിമും കൊണ്ട് വരണമെങ്കിലോ നിങ്ങൾ വരില്ലോ. നിങ്ങളൊരു 29,000 പ്രീമിയം അടച്ച് ഒരു മാസം കഴിയുമ്പോൾ ഒരു 3 ലക്ഷം ക്ലെയിം വരികയാണെങ്കിലോ, അപ്പം അതുകൊണ്ട് അങ്ങനെ അത് നോക്കിയിട്ട് കമ്പനി എടുക്കുള്ളൂ. അപ്പം അതുകൊണ്ട് നിങ്ങൾ പോർട്ട് ചെയ്യുന്ന സമയത്ത് കൃത്യമായ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ വിശദീകരിച്ച് ആ പ്രപ്പോസൽ ചെയ്ത് അതോടൊപ്പം തന്നെ പരമാവധി നിങ്ങൾ പോർട്ട് ചെയ്യാതിരിക്കുക. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പക്ഷേ നമ്മൾ ആ മുമ്പത്തെ നിലവിലുള്ള കമ്പനിയുടെ പ്രീമിയം കൂടുതൽ കണ്ടിട്ടോ നമ്മൾ മാറണത്. ഒരു 5-10 വർഷത്തെ സീനിയോറിറ്റിയുള്ള പോളിസി ആയിരിക്കും. നമ്മൾ ഈ ലാഭം നോക്കിയിട്ട് ഇവിടുത്തെ പ്രീമിയത്തിനേക്കാൾ കുറവ് പ്രീമിയം അപ്പുറത്തുള്ളത് നോക്കി അവിടെ ചെന്ന് ഒരു വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ ഇരട്ടി പ്രീമിയം അവിടെ വന്നിട്ടുണ്ടാവും. കാരണം ഓരോ കമ്പനിയും പ്രീമിയം കൂട്ടുന്ന അവരുടെ ക്ലെയിം റേഷ്യോ നോക്കിയിട്ടാണ്. അപ്പം അതുകൊണ്ട് തന്നെ പരമാവധി നിങ്ങൾ നിലവിലുള്ള കമ്പനി നിലനിൽക്കുക. ഇനി അതല്ല നിങ്ങൾക്ക് തീരെ സർവീസ് കിട്ടാത്തൊരു ഇതാണ് അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണെങ്കിൽ മാത്രം നിങ്ങൾ മാറുക. അപ്പം അതുകൊണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് വളരെ സൂക്ഷിച്ച് നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. അപ്പം എൻ്റെ പേര് ഞാൻ നേരത്തെ പറഞ്ഞ ആൻ്റണി തോമസ്. ഞാൻ LIC ഏജൻ്റാണ്, ഹെൽത്ത് ഇൻഷുറൻസ് ഏജൻ്റാണ്, മോട്ടോർ ഇൻഷുറൻസ് ഏജൻ്റാണ്. ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള സംശയങ്ങൾക്ക് എന്നെ വിളിക്കാതിരിക്കും. ഞാൻ ഇന്നത്തെ ദിവസം അടക്കം ഒരു 10-17 കോളുകളാണ് എനിക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വിളിക്കാതിരിക്കുക. കാരണം ഞാൻ തിരക്കുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വാട്സപ്പ് നമ്പർ, ഞാൻ അതിൽ കാണിച്ച നമ്പർ തന്നെയാണ് വാട്സപ്പ് നമ്പർ. അതിൽ നിങ്ങൾ വോയിസ് ഇടുമ്പോൾ നിങ്ങൾ പേരും ഡേറ്റ് ഓഫ് ബർത്തും സ്ഥലം നിങ്ങൾ വെക്കണം. അതോടൊപ്പം നിങ്ങൾക്ക് LIC പോളിസി, ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ആണ് അങ്ങനെ ചേരാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് കൂടി വെക്കണം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഏവർക്കും